കുറേ ദിവസമായി ഞാൻ OTT പടങ്ങളെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ OTT പടം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് യൂട്യൂബ് സിനിമകളെന്ന് വേണം മലയാളം സിനിമകളെ പറയാൻ. കാരണം യൂട്യൂബിലാണ് കൂടുതൽ മലയാളം പടങ്ങളൊക്കെ റിലീസാവണത്. അതൊക്കെ വരണം എന്ന് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. മലയാളം മൂവീസ് എന്ന് പറഞ്ഞുകൊണ്ട് 1 വീക്കിൻ്റെ ഫിൽറ്റർ ഇട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലതും കിട്ടും. അങ്ങനെ കിട്ടിയ 2 പടങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം തമിഴിൽ നിന്ന് പോവാം. തമിഴിൽ റോക്കറ്റ് ഡ്രൈവർ എന്നൊരു സിനിമ 2023 ഇറങ്ങിയ പടമാണ്. OTT വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഇതൊരു ചെറിയ ബഡ്ജറ്റ്, ഒരു ടൈം ട്രാവൽ, ഒരു ഫാൻറ്റസി പടമാണ്. ഒരു കൊച്ചു പടം. പക്ഷേ കോൺസെപ്റ്റ്, ആ ഒരു തോട്ട് നന്നായിരുന്നു. അതായത് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള, ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള, ഒരിക്കലും നമ്മളെ വിട്ടു പോകരുതേ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ ഈ സിനിമയിലൂടെ ടൈം ട്രാവൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് വീണ്ടും വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം ടൈം ട്രാവൽ ചെയ്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വരുന്നതാണ് ഈ സിനിമയുടെ തീം. ഇദ്ദേഹത്തെ എന്തുകൊണ്ടാണ് വന്നത്, എന്താണ് റീസൺ എന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കുന്ന തരത്തിലാണ് ഈ സിനിമ പോയിരിക്കുന്നത്. വളരെ ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിരിക്കുന്ന സിനിമയാണ്. പക്ഷേ നല്ല രസമുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അവസാന ഭാഗത്ത് എത്തുമ്പോൾ കുറച്ച് ലാഗ് അനുഭവിച്ചാലും ഓവറോൾ നോക്കുമ്പം ഒരു ഡീസൻറ്റ് വാച്ചായിട്ടാണ് എനിക്ക് റോക്കറ്റ് ഡ്രൈവർ തോന്നിയത്. ആ മനുഷ്യ ആരാണെന്ന് ഞാൻ പറയില്ല, അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ സിനിമ കണ്ടാൽ മതി. ആ റോൾ ചെയ്തിരിക്കുന്നത് നാഗ വിശ്വാൽ എന്ന് പറയുന്ന ഒരു പയ്യനാണ്. പയ്യനെ നിങ്ങൾക്കറിയാം, KD എങ്കിറ കറുപ്പുതുരൈ എന്നൊരു സിനിമയുണ്ട്, ഒരു ഫീൽ ഗുഡ് കിടിലൻ പടമാണത്. അതിലൊരു ചെറുക്കുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ടൊരു വാത്സല്യം തോന്നുന്ന ഒരു ചെറുക്ക്. ആ ചെറുക്കത്തിൽ കൂടി വലുതായിട്ടുണ്ട്. അവനാണ് ഇതിൽ ഈ റോൾ ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ വിശ്വ എന്നൊരു നടൻ മുഴുനീള വേഷത്തിൽ തന്നെയുണ്ട്. പയ്യൻ പുതിയതാണെന്നാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുനൈന, കാത്താടി രാമമൂർത്തി എന്നൊരു അപ്പൂപ്പയുണ്ട്. അപ്പൂപ്പ അടിപൊളിയായിരുന്നു. ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിൽ വന്നിരിക്കുന്നത്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രീറാം അനന്തശങ്കറാണ്. ഒന്ന് കണ്ടു നോക്കുക സമയം ഉണ്ടെങ്കിൽ. തിരക്കടില്ലാത്തൊരു സിനിമയാണ്. സൂത് കവും 2 സംവിധാനം ചെയ്തിരിക്കുന്നത് SJ അർജുൻ. ഇദ്ദേഹം മാർക്ക് ആൻ്റണിൻ്റെ റൈറ്ററാണ് കേട്ടോ. അതും ഒരു വളരെ യുണീക്കായിട്ടുള്ള പാളിപ്പോവാവുന്ന ഒരു സ്ക്രിപ്റ്റായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് എടുക്കുമ്പം അത് ഡയറക്ഷൻ ചെയ്യുമ്പോഴും എത്രമാത്രം അത് അതുപോലെ തന്നെ സ്ക്രീനിൽ എത്തിക്കാൻ പറ്റും എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സിനിമകളുടെയൊക്കെ ഭാവി. അപ്പം ആദ്യത്തെ പടത്തിൽ അത് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു. ഈ പടം വന്നപ്പോഴേക്കും അത് എക്സിക്യൂഷൻ പാളിയതുകൊണ്ട് അതൊരു ദുരന്തമായി പര്യവസാനിച്ചു എന്നാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തൊക്കെയുടെ കോപ്പറായങ്ങൾ കാണിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പടം വിജയ് സേതുപതിയുടെ പടം എന്ത് രസമായിട്ടുള്ള ഡാർക്ക് ഹ്യൂമർ പടമായിരുന്നു. ഇപ്പോഴും നമ്മൾ എത്ര വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സിനിമയായിരുന്നു. അതിൻ്റെ അതേപോലത്തെ കഥാപാത്രങ്ങളെ വീണ്ടും ഉണ്ടാക്കി, അതുപോലത്തെ പശ്ചാത്തലം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിരി വരുമെന്നാണ്. അതിൻ്റെ ബാക്കിയായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ശിവയാണ്, വിജയ് സേതുപതിയില്ല. പിന്നെ കൂടെയുള്ളവരൊക്കെ ഒന്നുമല്ല, വേറെ ടീമുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഹാലൂസിനേഷൻ ആ പടത്തിലുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് സിനിമയായിട്ട് ബ്ലെൻഡ് ചെയ്തായിരുന്നു മറ്റേ സിനിമയിൽ പോയിരുന്നത്. വെറുപ്പിച്ചിട്ടില്ല ഒരിടത്തും ആ ഒരു ഹാലൂസിനേഷൻ. പക്ഷേ ഇതിൽ വന്ന സമയത്ത് അതിനെ എടുത്തിട്ട് അതിനെ തന്നെ ഒരു മെയിൻ സാധനമായിട്ട് എത്ര നേരം എടുത്തിട്ട് വധിച്ച് വെറുപ്പിച്ചില്ലാതാക്കി കളഞ്ഞ് ഈ ഒരു ഹാലൂസിനേഷൻ പരിപാടി. പിന്നെ പെർഫോമൻസ് കണക്റ്റ് ആയില്ലെങ്കിൽ മൊത്തം വെറുപ്പിക്കലായി പോകുന്ന ഒരു തീമായിരുന്നു ഇത്. ഡാർക്ക് ഹ്യൂമർ ചെയ്തു വെച്ചിരിക്കുന്നത് അതൊക്കെ എല്ലാം ഭയങ്കര ഓവറായിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. പക്ഷേ ഭയങ്കര വെറുപ്പിക്കലായിപ്പോയി. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ വലിയ പാടാണ്. ഞാൻ ഒരു 4-5 ദിവസം എടുത്തിട്ടാണ് ഈ സിനിമ ഒന്ന് കണ്ടു തീർക്കാൻ പറ്റിയത്. ആമസോൺ പ്രൈമിലാണ് ഇത് സ്ട്രീം ചെയ്യുന്നത്. ശിവയുടെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാരക്ടർ ഇങ്ങനെ ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ CGI ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം പാമ്പൊക്കെ വരുന്നത് അയ്യോ. പിന്നെ മറ്റേ പടത്തിൽ നിന്ന് തുടർച്ചയായിട്ട് ഇതിൽ കരുണാകരനുണ്ട്. പിന്നെ യോഗ ജബി, ബ്രഹ്മ ടെറർ വില്ലൻ, MS ഭാസ്കർ. ഈ കഥാപാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഒരു കഥയും ഇല്ല, ഒരു മണ്ണാങ്കട്ടയും ഇല്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ച് അങ്ങനെ പോവുക, വെറുപ്പിക്കുക. ഇതൊക്കെയാണ് ഈ സിനിമ. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. മറ്റേ സിനിമ കണ്ടിട്ട് സൂതുകവും എനിക്കിഷ്ടപ്പെട്ട സിനിമയാണല്ലോ, അതുകൊണ്ട് ഇതൊന്ന് കണ്ടേക്കാം എന്ന് മുട്ടി നിൽക്കണവർ മാത്രം പോയിരുന്ന് കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി 2 മലയാള സിനിമയിലേക്ക് പോവുകയാണ്. യൂട്യൂബിൽ റിലീസായ മലയാള സിനിമയാണ്. ആദ്യത്തെ സിനിമ പരാക്രമം. പേര് അന്വർത്ഥമാക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് പരാക്രമം. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ദേവ് മോഹൻ എന്ന് പറയുന്ന വ്യക്തി. സൂഫിയും സുജാതയിലും ഉള്ള പയ്യനാണ്. പിന്നെ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ വാഴ ടീം മൊത്തം ഉണ്ട്. സിജു സണ്ണി, അമിത് മോഹൻ, ജോയ് മോഹൻ ജ്യോതിർ, ഇവരൊക്കെ ഉണ്ട്. പിന്നെ 2 എഴുത്തുകാരും സംവിധായകരുമായിട്ടുള്ള ജിയോ ബേബി, രഞ്ജി പണിക്കറുണ്ട്. പിന്നെ പഴയകാല നടി സംഗീത, നമ്മുടെ ഒരു മലയാള സിനിമയുണ്ടല്ലോ ആനന്ദ് ശ്രീബാലയ്ക്ക് മുമ്പേ ഈ പടത്തിലാണ് അഭിനയിച്ചതെന്ന് തോന്നുന്നു. നല്ല പൊറുപ്പിക്കലായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിട്ടും ഇതിൽ വേണ്ട ഒരു സാധനം വേണം, കഥ. അതില്ല. എന്താ 1.5 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ. പക്ഷേ കാണുമ്പോൾ 2-2.5 മണിക്കൂർ കണ്ട ഫീലാണ്.
പടം തുടങ്ങി കുറച്ച് നേരം ഒരു ഈഗോ ക്ലാഷ്, പൊളിയായിരിക്കും, ഇവന്മാരുടെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ കാണിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ ഒരു ലവ് ട്രാക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ലവിൻ്റെ ഒരു മനോഹാരിതയായിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ കുറച്ച് നേരം അതും കാണിച്ച് തള്ളിക്കൊണ്ട് പോയിട്ട് പിന്നെ വേറെ കുറേ ഇമോഷൻസ്, ഫാമിലി സെൻറ്റിമെൻറ്റ്സ് വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജ്യ സ്നേഹം വരുന്നു. ഇങ്ങനെ എന്തൊക്കെയൊക്കെ കാണിച്ച് വെച്ചിരിക്കണം. എനിക്ക് തോന്നുന്നു ഇവർ ഷൂട്ട് ചെയ്തെല്ലാം കൂടി എടുത്ത് വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു സിനിമയാക്കി ഇറക്കിയെന്ന് തോന്നുന്നത്. ഇപ്പോൾ വാഴയില അവരെ ചിരിപ്പിച്ച രംഗങ്ങൾ ആ നടന്മാർ, ഈ ജോമോൻ ജോദറിനെ ചുമ്മാ വന്നു നിന്നാൽ പോലും നമുക്കൊരു ചിരി വരേണ്ട മനുഷ്യനാണ്. അയാൾ തലവുത്തിന് ശ്രമിച്ചിട്ട് പോലും ഇതിൽ ചിരിയെന്നൊരു സാധനം ഉണ്ടാവില്ല. കാരണം ക്യാരക്ടറിനകത്തൊന്നുമില്ല, വെറുപ്പിക്കലാണ് പടം മൊത്തം. അമിത് മോഹൻ ആരായാലും സിജു സണ്ണിയൊക്കെ എന്തോന്ന്, അതെ നമ്മളെ പണ്ടത്തെ നടന്മാരിലെ ഇപ്പോഴത്തെ നടന്മാരുടെയും വ്യത്യാസം, മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഡയറക്ടർ എഴുതി വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് അപ്പുറം അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, സംവിധായകൻ പറയുന്നതിനപ്പുറം അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ സംവിധായകൻ്റെ രീതിയിലാണ് അഭിനേതാക്കളെല്ലാം, സംവിധായകൻ അവനെ എങ്ങനെ ഉപയോഗിക്കുന്നു അനുസരിച്ചിരിക്കും. അല്ലാതെ ഇവരായിട്ട് വന്ന് നിന്നിട്ട് ഒരു സിനിമയെ രക്ഷിച്ചെടുക്കാനോ അങ്ങനെ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് എങ്ങനെയാണ് ഒരു ഒന്നുമില്ല ഒരു സിനിമ, എന്തിനാണ് ഈ സിനിമ കണ്ടതെന്നാണ് എനിക്ക് തോന്നിയത്. അവസാനം പരാക്രമം എന്നുള്ള ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാത്തത് എൻ്റെ ഭാഗ്യം. ആരൊക്കെയോ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിൽ 150 വോട്ടൊന്നും വന്നില്ല. അർജുൻ രമേശാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. പിന്നെ രഞ്ജി പണിക്കറുണ്ട്. എല്ലാ സിനിമയിലും ഉള്ള പോലത്തെ കഥാപാത്രം, ഒരു സിനിമയിൽ നിന്ന് ഷർട്ടൊന്ന് മാറ്റിയിട്ട് അടുത്ത സിനിമയിൽ വന്ന് അഭിനയിക്കുക, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പോൾ പഴയകാല എഴുത്തുകാരും നടന്മാരും ഒക്കെ ഇങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ സിനിമയിൽ ഇങ്ങനെ തല കാണിച്ചിട്ട് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോണി ആൻ്റണി ഒക്കെ ഇത് ആൾക്കാരിൽ കുറച്ച് കഴിയുമ്പോഴേക്കും മടുപ്പുണ്ടാക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലാസ്റ്റത്തെ പടം മറിമായം ടീമിൻ്റെ പഞ്ചായത്ത് ജട്ടി യൂട്യൂബിലാണ് കണ്ടത്. മറിമായം ടീമിൻ്റെതായതുകൊണ്ട് രസം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചാണ് കണ്ടത്. മറിമായത്തിൻ്റെ ഫുൾ ആൾക്കാരും ഇതിനകത്തുണ്ട്. സംവിധാനം ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസൻ. അപ്പോൾ പ്രധാന റോളിൽ വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരാണ്. സലീം ഹസനൊക്കെ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മണികണ്ഠൻ ഓൾസോ അവരുടെ പെർഫോമൻസ് ഒക്കെ എല്ലാം നല്ലതായിരുന്നു. തുടക്കത്തിൽ വന്ന് നിന്നിട്ട് അത്യാവശ്യം നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു ഫീൽ തന്ന ഒരു സിനിമയായിരുന്നു ഇത്. മറ്റേ വെള്ളി മൂങ്ങയും വരവേൽപ്പും ഒക്കെ മിക്സ് ചെയ്ത് കുറേ നേരം ഫസ്റ്റ് ഹാഫ് വരെ കൊണ്ടുപോയി. പക്ഷേ കണ്ടിരിക്കാവുന്ന മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ലെവൽ മേക്കിംഗ് ആണ്. എന്നിരുന്നാലും ഇവരുടെ പെർഫോമൻസും കുഞ്ഞു കുഞ്ഞു തമാശകളും നല്ല എൻഗേജ്ഡ് ആയിട്ട് ഫസ്റ്റ് ഹാഫ് പോകുന്നുണ്ടായിരുന്നു. പോയി ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, എന്ത് ചെയ്ത് ഇത് അവസാനിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് കഥകളുണ്ടാക്കിയിട്ട് അങ്ങനെ അയ്യോ കൊണ്ടുപോയിട്ട് അവസാനം കൊണ്ടുവച്ചിട്ട് ഇതൊന്ന് എങ്ങനെയെങ്കിലും തീർന്ന് കിട്ടിയാൽ മതി, തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീൽ വന്ന ഒരു സിനിമയാണ് പഞ്ചായത്ത് ജട്ടി. ഇവർ മിനി സ്ക്രീനിൽ ഇത് ഒന്നുകൂടെ ഒന്ന് ട്യൂൺ ചെയ്തിട്ട് കുറേ കൂടി എന്തെങ്കിലും ഒരു കഥ കുറച്ചുകൂടി നന്നായിട്ട് ഉള്ളൊരു സാധനം വെച്ചിരുന്നെങ്കിൽ ഇത് പിടിച്ചു പോകുമായിരുന്നു. പക്ഷേ അതില്ലാതായിപ്പോയി. സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും കംപ്ലീറ്റ്ലി പടം താഴെ പോയി. മൊത്തത്തിൽ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കുറച്ച് സീനുകൾ കാണാൻ പറ്റുന്ന ഒരു സിനിമകളുണ്ടാവുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ജട്ടി. ഇനി അടുത്തൊരു 4 പടമായിട്ട് ഞാൻ വീണ്ടും വരാം. എന്തരാ വരട്ടെ.